വെൽക്കം. റഹ്മാനാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം, അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ 9ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കാർഡിയക് സൈക്കിൾ ആയിരുന്നു. കാർഡിയക് സൈക്കിളിന്റെ കൂടെ തന്നെ നമ്മൾ ഹേർട്ട് സൗണ്ട്സ് കണ്ടു. ദെൻ വി ഓൾസോ സോ വാട്ട് ഈസ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം വരെ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാർഡിയക് ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടാണ്. ആൻഡ് വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട്. ഇത് രണ്ടുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയണം. ഒരു മിനിറ്റിൽ എത്ര ml, പെർ മിനിറ്റ് എത്ര ml ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്നു, ഇതാണ് കാർഡിയക് ഔട്ട്പുട്ട്. കാർഡിയക് ഔട്ട്പുട്ട് നമ്മൾ പറയുന്നത് ഒരു മിനിറ്റിലാണ് എത്ര ml എന്നാണ്. ഇറ്റ്സ് അബൌട്ട് ദ വോളിയം ആണ്. വോളിയം ഓഫ് വാട്ട്? വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ്. ആരാണ് ഇജക്ട് ചെയ്യുക? ബൈ ദ വെൻട്രിക്കിൾസ് ആണ് ബ്ലഡ് ഇജക്ട് ചെയ്യുക ഇൻടു ദ ബ്ലഡ് വെസൽ. ഇതാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട്. ഇറ്റ്സ് വോളിയം പംപ്ഡ് പെർ മിനിറ്റ് ബൈ ഈച്ച് വെൻട്രിക്കിൾ. നമുക്ക് ഹൃദയം നോക്കിക്കഴിഞ്ഞാൽ 2 വെൻട്രിക്കിൾ ഉണ്ട് അല്ലെ. വെൻട്രിക്കിൾ നമ്പർ 1, വെൻട്രിക്കിൾ നമ്പർ 2. ഇത് റൈറ്റ് വെൻട്രിക്കിൾ ആണ്. റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറിയിലേക്കാണ് പമ്പ് ചെയ്യുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ടയിലേക്കാണ്. 2 സ്ഥലത്തേക്കും പമ്പിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കും. ഈ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ആണ് പമ്പ് ചെയ്യുക. എത്രയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അധികവും എപ്പോഴും സംസാരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. വി ടോക്ക് അബൌട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ മോർ, ബിക്കോസ് ഇതാണ് അയോട്ട വഴി ശരീരം മൊത്തം എത്തിക്കുക. ഇത് ലങ്സിലേക്ക് മാത്രമേ പോകുന്നു. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എപ്പോഴും അയോട്ടയിലേക്ക് ഉള്ള പമ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ടു ദ അയോട്ട ഇൻ ഈച്ച് മിനിറ്റ് എന്ന് പറഞ്ഞാലും അത് കാർഡിയക് ഔട്ട്പുട്ട് തന്നെയാണ്. അവിടെ ഇൻ ടു ദ അയോട്ട എന്നുള്ളടത്ത് മാറ്റി ഇൻ ടു ദ പൾമോണറി ആർട്ടറി എന്നാക്കിയാലും അപ്പോൾ ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് പകരം റൈറ്റ് വെൻട്രിക്കിൾ എന്ന് ചേർത്താൽ മതി. ബോത്ത് രണ്ടും ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓർ വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ ദ വെൻട്രിക്കിൾ ഈച്ച് മിനിറ്റ്, ഓരോ മിനിറ്റ്. നമ്മൾ ഓൾറെഡി സ്ട്രോക്ക് വോളിയം എന്താണ് എന്ന് നമ്മൾ കണ്ടു. സ്ട്രോക്ക് വോളിയം നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ബീറ്റിലാണ് അല്ലെ. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബീറ്റിൽ എന്ത് സംഭവിക്കുന്നു? 0.8 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? ഒരു ബീറ്റിൽ എത്രയായിരുന്നു? 70 ml ആയിരുന്നു. 130 ml ആയിരുന്നു വെൻട്രിക്കിളിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 50 to 55% അതാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പോൾ ഒരു 70 ml ആണ് ഒരു മിനിറ്റിൽ, ഒരു ബീറ്റിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് പറയേണ്ടത് ഒരു മിനിറ്റിലാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹേർട്ട് റേറ്റ് അല്ലെ. ഒരു മിനിറ്റിൽ എത്ര തവണ ഹൃദയം ഇടിക്കുന്നുണ്ട്? ഇത് ഒരു തവണയാണ്. ഒരു തവണ 70 ml. ഒരു മിനിറ്റിൽ ഹൃദയം എത്ര ഇടിക്കുന്നുണ്ട്? ഒരു 70 to 75 കൂട്ടാം. അപ്പൊ സംതിങ് അറൌണ്ട് 5 ലിറ്റർ, ഒരു 5 ലിറ്ററിന് മുകളിലായിട്ട് ഏകദേശം പുറത്തേക്ക് പോകും. ദിസ് വോളിയം, ഈ വോളിയത്തെയാണ് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന്. കാർഡിയക് ഔട്ട്പുട്ടും സ്ട്രോക്ക് വോളിയം തമ്മിലുള്ള വ്യത്യാസം, സ്ട്രോക്ക് വോളിയം പെർ ബീറ്റ് ആണ്, കാർഡിയക് ഔട്ട്പുട്ട് പെർ മിനിറ്റ് ആണ്. രണ്ടും ml ആണ്. ഇത് 70 ml പെർ ബീറ്റ്, ഇത് 5 ലിറ്റർ പെർ മിനിറ്റ്. ദാറ്റ്സ് ദ. ഇനി കാർഡിയക് ഔട്ട്പുട്ട് അല്ലാതെ നമ്മൾ മറ്റൊരു ടേം കൂടി ഉപയോഗിക്കാറുണ്ട്. അതിനെ നമ്മൾ പറയാ കാർഡിയാക് ഇൻഡെക്സ് എന്നാണ്. എപ്പോഴും ഉപയോഗിക്കുന്ന ടേം അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. കാർഡിയക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ശരീരത്തിന്റെ ബോഡി സർഫസ് ഏരിയ വെച്ചിട്ടാണ്. അത് നമ്മൾ പറയുന്നത് 2.8 പ്ലസ് ഓർ മൈനസ് ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ മീറ്ററിൽ എത്രയാണ് എന്നുള്ളതാണ്. വേറൊരു ടേം നമ്മൾ കേൾക്കാൻ പോകുന്നത് കാർഡിയാക് റിസർവ് എന്നൊരു വാക്ക് കൂടി നമ്മൾ കേട്ടേക്കാം. കാർഡിയാക് റിസർവ് എന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റിലാണ് സമീപിക്കപ്പെടും. നമ്മൾ റെസ്റ്റിലിരിക്കുന്നു, എക്സസൈസ് ഇല്ലാതെ അല്ലെങ്കിൽ എക്സേർഷൻ ഇല്ലാത്ത സമയത്ത് ബ്ലഡ് പമ്പ് ചെയ്ത അല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യുക ഒരു മിനിമം വോളിയം ആയിരിക്കും. മിനിമം വോളിയം ആയിരിക്കും ആ സമയം ഒരു 5 ലിറ്റർ കൂട്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് ഇതിൽ കൂടുതൽ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്, വർദ്ധിപ്പിക്കാൻ പറ്റും. ആവശ്യമെങ്കിൽ വെൻ ഇൻ നീഡ്, സ്ട്രെസ് കണ്ടീഷൻ, ഓട്ടത്തിലാണ്, വർദ്ധിപ്പിക്കാൻ പറ്റും. ദിസ് എക്സ്ട്രാ വോളിയം, ഈ എക്സ്ട്രാ വോളിയം അവർ ഹേർട്ട് ക്യാൻ പമ്പ് ഈസ് കോൾഡ് ആസ് ദ കാർഡിയക് റിസർവ്. കാർഡിയക് റിസർവ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ വോളിയം അവർ ഹേർട്ട് ക്യാൻ പമ്പ്, ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ വോളിയത്തെ കുറിച്ചിട്ടാണ്. അതായത് ആവശ്യമുള്ള സമയത്ത് സാധാരണയിലും കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ വോളിയത്തെയാണ് നമ്മൾ കാർഡിയാക് റിസർവ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മാക്സിമം കപ്പാസിറ്റി മൈനസ് നോർമൽ എമൗണ്ട്, അതാണ് കാർഡിയാക് റിസർവ്. സാധാരണക്കാരിൽ വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഒരു 5 to 6 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ പറ്റും. ട്രെയിൻഡ് അത്ലറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ബോഡി ബിൽഡേഴ്സ്, ഇവരിലൊക്കെ ആണെങ്കിൽ എത്രയാണ്? 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ 5 ലിറ്റർ ഉള്ളിടത്ത് 50 ലിറ്റർ വരെ പെർ മിനിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഹൃദയത്തിന് കഴിവുണ്ട്. ഈ കഴിവിനെയാണ്
ഇതിനെയാണ് നമ്മൾ കാർഡിയാക് റിസർവ് എന്ന് പറയുക. ഇനി ഈ കാർഡിയാക് ഔട്ട്പുട്ടിൽ എപ്പോഴൊക്കെ മാറ്റം വരാമെന്ന് വെച്ചാൽ ഒന്ന് സാധാരണ കേസുകളിലാണ്. സാധാരണ കേസുകൾ എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, ഫിസിയോളജിക്കൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റം വരാം. രണ്ടാമത്തത് പാത്തോളജിക്കൽ കണ്ടീഷനാണ്. പാത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാർഡിയാക് ഔട്ട്പുട്ടിൽ വ്യത്യാസം വരാം. നമുക്ക് ആദ്യം ഫിസിയോളജിക്കൽ വേരിയേഷൻസ് നോക്കാം. ഒന്ന് ഏജ് ആണ്. ഏജ് ഇപ്പോൾ കുട്ടികളിൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറവാണ്, കാർഡിയാക് ഔട്ട്പുട്ട് ലോ ആണ്, കുട്ടികളിൽ കുറവാണ്. പക്ഷെ അവരുടെ കാർഡിയാക് ഇൻഡെക്സ് പക്ഷെ കൂടുതലാണ്. അതാണ് ഒരു വ്യത്യാസം. സ്ത്രീകളിലും സെയിം ആണ്. ഏജിൽ അപ്പോൾ 1 ചിൽഡ്രൻ, 2 സെക്സ്. സെക്സ് മീൻസ് ഫീമെയിൽസിലും കാർഡിയാക് ഔട്ട്പുട്ട് കുറവാണ്, പക്ഷെ കാർഡിയാക് ഇൻഡെക്സ് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു മെയിൽ. 2 അത്ലറ്റ്സിലാണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് സാധാരണ രീതിയിൽ കൂടുതലാണ്. ബോഡി ബിൽഡേഴ്സ് ഇവരിലൊക്കെ സാധാരണ രീതിയിൽ കൂടുതലാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, അത്ലറ്റ്സ് കൂടും. ദെൻ ഇനി അടുത്തത് ഡയണൽ വേരിയേഷൻ ആണ്. ഡയണൽ വേരിയേഷൻ എന്ന് വെച്ചാൽ പകലാണോ രാത്രിയാണോ. നമുക്കറിയാം രാവിലെ ആകുമ്പോഴത്തേക്കും കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പകലും കാർഡിയാക് ഔട്ട്പുട്ട് കൂടുതലാണ്. പക്ഷെ നൈറ്റിൽ നമ്മൾ കിടക്കുന്ന സമയമാണ് ഔട്ട്പുട്ട് കുറവായിരിക്കും. സോ സ്ലീപ്പ്, ഉറങ്ങുമ്പോഴും കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ദെൻ ടെമ്പറേച്ചർ, സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇമോഷണൽ സിറ്റുവേഷൻ, നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻ കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് അതനുസരിച്ച് കൂടേണ്ടി വരും. നമ്മൾ കുറേ നേരമായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാൽ ബോഡി പൊസിഷൻ, സ്റ്റാൻഡിങ് ബോഡി പൊസിഷൻ, നിൽക്കുകയാണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് വ്യത്യാസം വരും, ഓക്കെ, കൂടുതലായിരിക്കും. ദെൻ കിടക്കുകയാണെങ്കിലോ ഇരിക്കുകയാണെങ്കിലോ ഒക്കെ കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് സാധാരണ രീതിയിൽ വർദ്ധിക്കും. എക്സസൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയുള്ളൊരു കണ്ടീഷൻ പ്രഗ്നൻസി ആണ്. ഗർഭിണികളിൽ തേർഡ് ട്രൈമസ്റ്ററിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ് ബൈ 40%, 40% വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാർക്കും കാർഡിയാക് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ്. സോ ഇതെല്ലാം ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആണ്, കാർഡിയാക് ഔട്ട്പുട്ട് വ്യത്യാസം വരുന്ന കണ്ടീഷൻസ്. വാട്ട് അബൌട്ട് പാത്തോളജിക്കൽ, അസുഖം ഉണ്ടാകുന്ന കണ്ടീഷൻസിൽ കാർഡിയാക് ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ വ്യത്യാസം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫീവർ ഉണ്ടെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ദെൻ അനീമിയ, വിളർച്ചയുള്ള ആൾക്കാരിൽ ബ്ലഡ് എല്ലായിടത്തേക്കും എത്തിക്കണം അല്ലെ, അവർക്ക് ഹീമോഗ്ലോബിൻ ഒക്കെ കുറവാണ്. സോ കാർഡിയാക് ഔട്ട്പുട്ട് ഹാസ് ടു ബി ഇൻക്രീസ്. അതുകൊണ്ടാണ് വിളർച്ചയുള്ളവരിലൊക്കെ ഹൃദയം കൂടുതൽ ഇടിക്കുക, പാൽപിറ്റേഷൻ അങ്ങനെയൊക്കെ കൂടുതൽ തോന്നുന്നത് അതുകൊണ്ടാണ്. ദെൻ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആളുടെ ആക്ടിവിറ്റി ഒക്കെ കൂടുതലാണ് അല്ലെ, മെറ്റബോളിക് റേറ്റ് കൂടും. സോ ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, അവർക്ക് ഈവൻ ആരിത്മിയ വരാം. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലോ, ഹൈപ്പോതൈറോയിഡിസത്തിൽ ആക്ടിവിറ്റി ഒക്കെ കുറവായിരിക്കും. സോ കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ഹൃദയരോഗങ്ങൾ, കാർഡിയാക് ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ വരുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ദെൻ ഷോക്ക് കണ്ടീഷൻ, ഹെമറേജ്, രക്തസ്രാവം. സോ ഓൾ ദീസ് കണ്ടീഷൻസ് കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി decreased. Okay. Then heart block, ചെറിയ രീതിയിലുള്ള ഹാർട്ട് ബ്ലോക്ക് ആണെങ്കിലും കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി കുറവായി. സോ ഇതൊക്കെയാണ് പാത്തോളജിക്കൽ കണ്ടീഷൻ. സോ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആൻഡ് പാത്തോളജിക്കൽ കണ്ടീഷൻസ് ക്യാൻ വേരി കാർഡിയാക് ഔട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കാർഡിയാക് ഔട്ട് എന്നുള്ള കാര്യം. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ്, കാർഡിയാക് ഔട്ട്പുട്ടിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്? കാർഡിയാക് ഔട്ട്പുട്ട് എന്താ നമ്മൾ കണ്ടു. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹേർട്ട് റേറ്റ് ആണ് നമ്മൾ കണ്ടു. സ്ട്രോക്ക് വോളിയം 70 ആണ്, ഹേർട്ട് റേറ്റും സംതിങ് അറൌണ്ട് 70 ആണ്. സോ സം അറൌണ്ട് 5 liters ആണ്. സോ സ്ട്രോക്ക് വോളിയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഹേർട്ട് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം, ഇപ്പോൾ ഹേർട്ട് റേറ്റ് കൂടുക, ബ്രാഡികാർഡിയ, ടാക്കികാർഡിയ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൽ വ്യത്യാസം വരും. സ്ട്രോക്ക് വോളിയം ഇത് നമ്മൾക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ വ്യത്യാസം വന്നാലും ദിസ് ക്യാൻ ഓൾട്ടർ കാർഡിയാക് ഔട്ട്. നമുക്ക് ആദ്യം ഹേർട്ട് റേറ്റ്, ഡിറ്റർമിനൻസ് ഓഫ് ഹേർട്ട് റേറ്റ് എന്താന്ന് നോക്കാം. ഓക്കെ, ഹേർട്ട് റേറ്റിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഹേർട്ട് റേറ്റിൽ വ്യത്യാസം വരാൻ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം മീൻസ് നോർ അഡ്രിനാലിനോ അല്ലെങ്കിൽ അഡ്രിനാലിനോ ഡോപ്പമിനോ ഒക്കെ പുറത്തിറങ്ങിയെന്ന് വിചാരിക്കുക. സോ ദീസ് ഓൾ ക്യാൻ ഇൻക്രീസ് ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടും, ഹേർട്ട് റേറ്റ് വർദ്ധിപ്പിക്കും. സോ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി കൂടും, ഹൃദയം കൂടുതലായിട്ട് ബീറ്റ് ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്ഡ്. ഇത് വരാൻ കാരണം ഹൃദയത്തിന്റെ റേറ്റ് കൂടുന്നത് കൊണ്ടാണ്, ഹേർട്ട് റേറ്റ് കൂടുന്നതുകൊണ്ടാണ്. ഹേർട്ട് റേറ്റ് കൂടുന്നതിനെ നമ്മൾ ടാക്കികാർഡിയ എന്നാണ് വിളിക്കുക, ടാക്കികാർഡിയ. പക്ഷേ ടാക്കികാർഡിയ അധികമായി കഴിയുമ്പോഴത്തേക്കും ഹാർട്ട് റേറ്റ് കുറയട്ടോ. ടാക്കികാർഡിയ അമിതമായി കഴിഞ്ഞാൽ അപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ ഹേർട്ട് റേറ്റ് ഒരു 100-150
250 ആണെങ്കിൽ ഓക്കെ. ഒരു 300 ആകുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? ഹൃദയം ഇങ്ങനെ ബീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഹൃദയത്തിന് രക്തം ആവശ്യത്തിന് ഫില്ല് ചെയ്യാനുള്ള സമയം കിട്ടണ്ടേ. സോ ഫില്ല് ചെയ്താലല്ലേ ഇത് പമ്പ് ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പമ്പിങ്ങും കുറയും. സോ അമിതമായിട്ട് ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ദറ്റ് വിൽ ഡിക്രീസ് ദ കാർഡിയാക് ഔട്ട്, കുറയും. ദെൻ അതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം 1. 2 കാർബൺ ഡൈ ഓക്സൈഡ്, ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ് മീൻസ് ഹൈപ്പർ കാപ്നിയ എന്നാണ് നമ്മൾ വിളിക്കുക. ഹൈപ്പർ കാപ്നിയ. ഹൈപ്പർ കാപ്നിയ കൂടുമ്പോഴത്തേക്കും ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ദെൻ മൂന്നാമത്തത് ഡിക്രീസ്ഡ് കാൽഷ്യം. കാൽഷ്യം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, സാധാരണ ഇതിൽ കാൽഷ്യം കുറയുന്നതിന് ഹൈപ്പോകാൽസീമിയ എന്ന് പറയും. ഹൈപ്പോകാൽസീമിയ വരുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആണ് ഉണ്ടാവുക. ദെൻ നാലാമത്തെ സിമ്പതറ്റിക്കിന് പകരം ഇൻക്രീസ്ഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി ആണെങ്കിലോ നേരെ തിരിച്ചാണ്. ഡിക്രീസ്ഡ് കാർഡിയാക് റേറ്റ് കുറയും, അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. സോ ഹാർട്ട് റേറ്റ് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് സ്ട്രോക്ക് വോളിയം ആണ്. സ്ട്രോക്ക് വോളിയം എന്താന്ന് നമ്മൾ പറഞ്ഞു, പെർ ബീറ്റ് ആണ് സ്ട്രോക്ക്. ഒരു ബീറ്റിൽ എത്ര പുറത്തേക്ക് പോകുന്നു, അത് 70 ml ആണെന്ന് നമുക്ക് പറയും. സോ ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഹൃദയത്തിൽ എത്ര ബ്ലഡ് ഉണ്ട് എന്നനുസരിച്ച് അല്ലെ. ഹൃദയത്തിൽ എത്ര ബ്ലഡ് ഉണ്ടെന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് എത്ര ബ്ലഡ് എത്തി അല്ലെ, വീനക്കാവ വഴി ഹൃദയത്തിലേക്ക് എത്ര ബ്ലഡ് ഉണ്ട്. സോ ഇവിടെ കൂടുതൽ ബ്ലഡ് ഉണ്ടെങ്കിൽ കൂടുതൽ പമ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വീനസ് റിട്ടേൺ. സോ ഇമ്പോർട്ടന്റ് ഡിറ്റർമിനന്റ് ഓഫ് സ്ട്രോക്ക് വോളിയം ഈസ് വീനസ് റിട്ടേൺ. സോ വീനസ് റിട്ടേൺ ഒന്ന് റെസ്പിറേറ്ററി പമ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. റെസ്പിറേറ്ററി പമ്പ് നമ്മളുടെ വെയിൻ താഴത്ത് നിന്ന്, ഇപ്പോൾ ഉദാഹരണം ഇത് കാലാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് കാലിന്റെ അവിടെ നിന്ന് ബ്ലഡ് മുകളിലേക്ക് വരണമെങ്കിൽ ഇവിടെ കുറച്ച് വാൽവുകൾ ഉണ്ട് ചിലയിടത്തെങ്കിലും, പക്ഷെ അതുകൊണ്ട് മാത്രം വരത്തില്ല. സാധാരണ രീതിയിൽ വരിക നമ്മളുടെ തൊറാസിക് കാവിറ്റിയുടെ എക്സ്പാൻഷൻ ആണ്. ഇപ്പോൾ ഇത് കഴുത്ത്, ഓക്കെ, ഇത് നമ്മുടെ തൊറാസിക് കാവിറ്റി ആണെന്നായിരിക്കും. ഈ ഡയഫ്രം നമ്മൾ താഴത്തേക്ക് വരികയാണെങ്കിൽ, ഇങ്ങനെ ഇരുന്ന ഡയഫ്രം താഴത്തേക്ക് വരുമ്പോൾ വോളിയം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ, നമ്മൾ ശ്വാസം വലിക്കാനായിട്ട് ഡയഫ്രം താഴത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ വോളിയം കൂടും. ഇവിടെ വോളിയം കൂടുമ്പോൾ ഇവിടെയുള്ള വീനക്കാവയുടെ വലിപ്പം അല്ലെങ്കിൽ that will become dilated. വീനക്കാവ ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരും. സോ ഇവിടെ നിന്നെല്ലാം ബ്ലഡ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വരും. അതാണ് നമ്മൾ റെസ്പിറേറ്ററി പമ്പ് മെക്കാനിസം എന്ന് പറയുക. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് മസിൽ പമ്പാണ്. മസിൽ പമ്പ് ഇത് ഇവിടെ തന്നെയാണ്. ഇത് വെയിൻസിലൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോകണമെങ്കിൽ വെയിനിൽ നമുക്കറിയാം ഇവിടുന്ന് ആരും പമ്പൊന്നും ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ മസിൽ ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് കൂടുതലായിട്ട് ഹാർട്ടിലേക്ക് തിരിച്ചെത്തും, വീനക്കാവയിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, സോ മസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബ്ലഡിനെ പ്രൊപ്പൽ ചെയ്യും. സോ പ്രൊപ്പൽഷൻ. സോ മസിൽ പമ്പ് എന്ന് പറയുന്ന അതാണ്. ദെൻ ഗ്രാവിറ്റി ഒരാൾ നിൽക്കുകയാണെങ്കിൽ നേരെ താഴത്തേക്കാണ്, പെരിഫറൽ പൂളിംഗ് എന്ന് പറയാം, ഇങ്ങോട്ടേക്ക് ബ്ലഡ് വരും. സോ ഒരാൾ നിൽക്കുകയാണെങ്കിൽ വീനസ് റിട്ടേൺ കുറവായിരിക്കും, വീനസ് പൂളിംഗ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ വെയിൻസിലുള്ള പ്രഷർ, എസ്പെഷ്യലി ചെറിയ വെയിനിലൊക്കെ ഉള്ള പ്രഷർ. ഇപ്പോൾ ചെറിയ വെയിൻ, വളരെ ചെറിയ വെയിൻസ്, വെന്യൂൾസിലൊക്കെ പ്രഷർ കൂടുകയാണെങ്കിൽ അവിടെ നിന്ന് വലിയ വെയിൻസിലേക്ക് ബ്ലഡ് കൂടുതലായിട്ട് വരും. സോ ഇറ്റ് വിൽ അവസാനം ഹൃദയത്തിനകത്തേക്ക് ബ്ലഡ് കൂടുതലായിട്ട്. ഓക്കെ, സോ ദീസ് ഓൾ ഇൻക്രീസസ് ദ വീനസ് റിട്ടേൺ. ഇനി സ്ട്രോക്ക് വോളിയത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന അടുത്ത ഫാക്ടർ, നെക്സ്റ്റ് ഫാക്ടർ, ഇത് ഹൃദയത്തിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ആണ്. ഹൃദയത്തിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് വീനസ് റിട്ടേൺ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇതല്ല ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഓക്കെ, ഇത് നമുക്ക് 2 ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ ലോഡാണ്. രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ ലോഡാണ്. സോ പ്രീ ലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്. എന്താണ് ഈ പ്രീ ലോഡ്? പ്രീ ലോഡ് എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ വെൻട്രിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ എത്രയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇത് വെൻട്രിക്കിൾ ആണെന്ന് വിചാരിക്കുക. വെൻട്രിക്കിൾ, ഇത് അപ്പുറത്തെ വെൻട്രിക്കിൾ, ഇത് ഇപ്പുറത്തെ വെൻട്രിക്കിൾ. സോ ബ്ലഡ് ഇവിടെ കൂടുന്നതനുസരിച്ച് ഇവിടെ ബ്ലഡ് കൂടിക്കഴിഞ്ഞാൽ വോളിൽ കൂടുതൽ അതിന്റെ പ്രഷർ ഉണ്ടാവും. സോ ഇനീഷ്യൽ ലെങ്ത് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. തിരിച്ചെത്ര റീകോയിൽ ചെയ്യണം. സോ അതാണ് സ്റ്റാർലിങ്സ് ലോ പറയുന്നത്. സോ ഹൃദയത്തിലെ ബ്ലഡ് കൂടുതൽ ആണെങ്കിൽ ഹൃദയത്തിന്റെ വോളിലുള്ള സ്ട്രെച്ചും കൂടുതലാകും. ഇവിടെ ബ്ലഡ് കൂടുമ്പോൾ ഈ വോളിലുള്ള സ്ട്രെച്ചും കൂടുതലാകും. ഇപ്പൊ ബലൂണിൽ നമ്മൾ വെള്ളം നിറച്ച് നോക്കിയാൽ മതി. ബലൂണിൽ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രെച്ച് ആയിരിക്കും. സോ അപ്പൊ ഹൃദയം കൂടുതൽ വികസിക്കും. സോ ഹൃദയം കൂടുതൽ വികസിച്ചു കഴിഞ്ഞാൽ ഹൃദയം കൂടുതൽ ശക്തിയിലായിരിക്കും ചുരുങ്ങുക. സോ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ശക്തിയും കൂടുതലായിരിക്കും. സോ ലൈക്ക് ഇലാസ്റ്റിക് റിക്കോയിൽ. സോ വാട്ട് ഡിറ്റർമിൻസ് ദിസ് ഈസ് ദ എൻഡ് ഡയസ്റ്റോളിക് വോളിയം. എൻഡ് ഡയസ്റ്റോളിക് വോളിയം നമ്മൾ പറഞ്ഞത് 130 to 150 ml. സോ ഹൃദയത്തിനകത്ത് കൂടുതൽ ബ്ലഡ് ഉണ്ട് എങ്കിൽ എൻഡ് ഡയസ്റ്റോളിക് വോളിയം കൂടും. ഇത് കൂടുമ്പോഴത്തേക്കും ഇവിടെയുള്ള സ്ട്രെച്ച് കൂടും. ഇവിടെ സ്ട്രെച്ച് കൂടുമ്പോഴത്തേക്കും മസിൽസ് കൂടുതലായിട്ട് ഇനീഷ്യൽ സ്ട്രെച്ച് കൂടുതലായിരിക്കും. അപ്പോൾ തിരിച്ച് കൺട്രാക്ട് ചെയ്യുമ്പോഴും അതിന്റെ ശക്തി കൂടുതലായിരിക്കും. സോ ഇൻക്രീസ്ഡ് പ്രീലോഡ് മീൻസ് ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്. പ്രീലോഡ് കൂടിക്കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. സോ വാട്ട് ഈസ് പ്രീലോഡ്? പ്രീലോഡ് ഈസ് ദ ഇൻക്രീസ്ഡ് ടെൻഷൻ
tension at the wall of the heart at the end diastolic volume. So end diastolic volume മൂലം ഹൃദയത്തിന്റെ ഭിത്തികളിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്ഡ് എന്താ പറയുക ടെൻഷനെയാണ് നമ്മൾ പ്രീലോഡ് എന്ന് പറയും. സോ ഇൻക്രീസ് പ്രീലോഡ്, മോർ ഇജക്ഷൻ, അതാണ് നമ്മൾ ഓർക്കുന്നത്. മോർ ഇജക്ഷൻ മീൻസ് മോർ കാർഡിയാക് ഔട്ട്പുട്ട്. ഇനി അടുത്തത് ആഫ്റ്റർ ലോഡാണ്. ഇതും ഹൃദയത്തിന്റെ വാളിൽ തന്നെയുള്ള ടെൻഷൻ തന്നെയാണ്. പക്ഷെ ഇത് ഫില്ലിംഗ് മൂലമല്ല, വെൻട്രിക്കുലാർ ഫില്ലിംഗ് മൂലമല്ല. വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യേണ്ട എങ്ങടേക്കാ? സോ നമുക്ക് വീണ്ടും വെൻട്രിക്കിൾസ് ഒന്ന് വരയ്ക്കാം. വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യേണ്ട രണ്ട് സ്ഥലത്തേക്കാണ്. ഒന്ന് ഈ റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ഇത് പൾമണറി ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യണം. ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ അത് അയോട്ടയിലേക്ക് പമ്പ് ചെയ്യും, അല്ലെ? ഇതാണ് ആവശ്യം. സോ ഇവിടെ ഈ അയോട്ടയിലും പൾമണറി ആർട്ടറിയിലും BP കൂടുതലാണെന്ന് വിചാരിക്കുക. ബ്ലഡ് പ്രഷർ ഈസ് ഹൈ, ഇൻക്രീസ് ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അപ്പോൾ ഹൃദയത്തിന്റെ പണിയും കൂടും. കാരണം കൂടുതൽ ഫോഴ്സിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, ഇവിടുത്തെ BP ഓൾറെഡി കൂടുതലാണെങ്കിൽ ആ BP ഓവർകം ചെയ്താൽ മാത്രമേ അതിനകത്തേക്ക് നമുക്ക് ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഹൃദയത്തിന് ചെയ്യേണ്ട വർക്ക് ലോഡും കൂടുതലായിരിക്കും. സോ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ആഫ്റ്റർ ലോഡ് വർദ്ധിക്കും. ഹൃദയത്തിന്റെ പണി കൂടുമ്പോൾ ഹൃദയത്തിന് അത്രയും എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഫ്റ്റർ ലോഡ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി റിഡ്യൂസ്ഡ്. കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. സോ വെൻട്രിക്കിൾസ് കൂടുതലായിട്ട് കൺട്രാക്ട് ചെയ്താൽ മാത്രമേ പമ്പിംഗ് അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാവൂ. സോ ആഫ്റ്റർ ലോഡ് ഈസ് ദ മോർ പ്രഷർ ബിൽഡപ്പ് ഇൻ ദ വെൻട്രിക്കിൾ. വെൻട്രിക്കിളിൽ ഉണ്ടായിട്ടുള്ള മോർ പ്രഷർ ടു ഇജക്ട് ദ ബ്ലഡ് ഫ്രം ടു ദ ബ്ലഡ് വെസൽസ്. സോ ഹേർട്ടിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് ഇജക്ട് ചെയ്യാൻ ഹൃദയം ഉപയോഗിക്കേണ്ട കൂടുതൽ പ്രഷറിനെയാണ് നമ്മൾ ആഫ്റ്റർ ലോഡ് എന്ന് പറയുക. സോ ആഫ്റ്റർ ലോഡ് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറവാണ് എന്നാണ്. സോ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സോ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ആഫ്റ്റർ ലോഡ് കൂടുതലായിരിക്കും. ആഫ്റ്റർ ലോഡ് കൂടുതലാകുമ്പോഴത്തേക്കും കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ദെൻ കാൽഷ്യത്തിന്റെ കാര്യം പറയാം. കാൽഷ്യം ശരിക്കും ചെയ്യുന്നത്, കാൽഷ്യം ഹൃദയത്തിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടുന്നു. സോ ഇൻക്രീസ് കാൽഷ്യം മീൻസ് ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. നമ്മൾ നേരത്തെ അപ്പുറത്ത് പറയുമ്പോഴത്തേക്കും കാൽഷ്യം കുറയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ആണ്, റേറ്റ് അല്ല, ഹാർട്ട് റേറ്റ് അല്ല, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കാൽഷ്യം വർദ്ധിപ്പിക്കും. ഇനി ലാസ്റ്റ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? സോ ഇത് ബ്ലഡ് വെസൽ ആണെന്ന് വിചാരിക്കുക. ബ്ലഡ് വെസൽ, ഇതിലൂടെയാണ് ബ്ലഡ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. സോ ഇതിലൂടെ രക്തം ഒഴുകുന്നതിന് രക്തക്കുഴലുകളിൽ നേരിടുന്ന റെസിസ്റ്റൻസ് ആണ്. ഇത് ചുരുങ്ങാണെങ്കിൽ കൂടുതൽ റെസിസ്റ്റൻസ് ആയിരിക്കും നേരിടേണ്ടി വരിക. ഓക്കെ, സോ പ്രധാനമായും ആർട്ടീരിയോൾസ്. ഓക്കെ, സോ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടിയാൽ എന്താ സംഭവിക്കുക? കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഡിക്രീസ്. സോ പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ്, പെരിഫറൽ റെസിസ്റ്റൻസ് കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഡിക്രീസ്. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കാർഡിയാക് ഔട്ട്പുട്ട്. സോ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പെരിഫറൽ റെസിസ്റ്റൻസ്. സോ നമ്മൾ ബ്ലഡ് വെസൽസിലെ ചിലത് ആർട്ടറീസിനെയും ആർട്ടീരിയോൾസിനെയൊക്കെ വിളിക്കുന്നത് തന്നെ റെസിസ്റ്റൻസ് വെസൽസ്. സോ ഇവിടെയുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. സപ്പോസ് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഡയലേറ്റഡ്. സോ അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്. കാരണം കൂടുതൽ ബ്ലഡ് ഇങ്ങോട്ടേക്ക് ഒഴുകാനായിട്ട് പറ്റും, അല്ലെ? ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ബ്ലഡ് എന്തെങ്കിലും ഇപ്പോൾ വെള്ളം കൊണ്ട് പമ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വലിയൊരു കുഴലാണെങ്കിലോ നമുക്ക് ഇഷ്ടം പോലെ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സോ ഇൻക്രീസ്ഡ് ലൂമൻ സൈസ്. So this is about the peripheral resistance is about the lumen size. So lumen size കുറയ്ക്കുന്ന എപ്പോഴാണ്? നമ്മളിപ്പോൾ സിംപതോമിമെറ്റിക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലൂമൻ സൈസ് കുറയും. സോ പെരിഫറൽ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. സോ ദീസ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. ദെൻ ഫിസിയോളജിക്കൽ ആൻഡ് പാത്തോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ കാർഡിയാക് ഔട്ട്പുട്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.